ഇതുണ്ട്, നല്ല ശാന്തമായിട്ടുള്ള അടിപൊളി, എനിക്കിഷ്ടപ്പെട്ടു. കൊള്ളാം. ഡ്രൈ ഗ്രേപ്സിനേക്കാളും നല്ലത് ഇതാണ്, ഡേറ്റ്സാണ്. നല്ല മഴയാണേ. സംഭവം നമ്മൾക്ക് ഇവിടെ ഇരിക്കാൻ പറ്റത്തില്ല, ഇവിടെ ചെളിയായിപ്പോയി, വെള്ളമെല്ലാം ഒഴുകി വന്നു. ഇവിടെ നല്ലൊരു സ്ഥലമായിരുന്നു. മഴ കുറവുള്ളപ്പോഴേ വരാൻ പറ്റത്തുള്ളൂ. ഞാൻ അവിടെയും പോയി നോക്കി, അവിടെയും പറ്റത്തില്ല. പിന്നെ നമ്മൾക്ക് ഈ കല്ലിൻ്റെ മുകളിൽ കൂടെ കയറ്റി ആ കാടിൻ്റെ അടുത്ത് പോയി ഇരിക്കാം. കുറച്ച് തണുപ്പുണ്ടാവും, നല്ല ചൂടുണ്ട് കേട്ടോ. അപ്പോഴങ്ങോട്ട് പോവാം. ഇതിങ്ങനെ കെട്ടി വെക്കുകയാണെങ്കിലേ നമുക്ക് പോളയിൽ നിന്ന് വരുന്ന റോപ്പിത്തെ കെട്ടാം. ഈ ടാർപ്പൊന്ന് കെട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണേ, കുറച്ച് എക്സ്പീരിയൻസ് വേണമെങ്കിൽ പിന്നെ ഒരാൾക്ക് തന്നെ ഇത് കെട്ടാൻ പറ്റത്തുള്ളൂ. ആ സൈഡ് പിടിക്കുമ്പം ഈ സൈഡ് പോകും, ഈ സൈഡ് പിടിക്കുമ്പം ആ സൈഡ് പോകും, അങ്ങനെ മൊത്തത്തിൽ പ്രശ്നമാവും. ഞാൻ പെട്ടെന്ന് അങ്ങ് സെറ്റ് ചെയ്യുമായിരുന്നു. ഇവിടെ ഇപ്പം നല്ല ചൂടാണെങ്കിലും നല്ല മഴ വരും, ഓരോ ഗ്യാപ്പിട്ട് മഴ വരും. നമുക്ക് പുറവശം കൂടി സെറ്റ് ചെയ്യാനുണ്ട്. നമ്മുടെ സെറ്റപ്പെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ കാണുന്ന പോളുണ്ടല്ലോ, ഇതിന് ഹൈറ്റ് ഞാൻ കുറച്ചതാണേ. ഒരു പീസും കൂടി ഇടുവാണെങ്കിൽ ഒരു 2 അടി ഹൈറ്റും കൂടി കിട്ടും. നമുക്ക് നല്ല കാറ്റ് ചിലപ്പം വരും മഴയത്ത്, അതുകൊണ്ടാണ് അതിൻ്റെ ഹൈറ്റ് കുറച്ച് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ അല്ലേ? ഇപ്പോഴും നമ്മുടെ സെറ്റപ്പെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഭയങ്കര ചൂടാണ് കേട്ടോ. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ടെൻറ്റിൻ്റെ അകത്തോട്ടിരിക്കാം. എല്ലാം സെറ്റായിട്ടുണ്ട്, സംഭവം എല്ലാം സെറ്റഡാണ്. ഇനി ഒരു പ്രശ്നവുമില്ല. മഴയും കാറ്റൊക്കെ വരട്ടെ. അപ്പോൾ ഇങ്ങനെ ഗ്യാപ്പ് വിട്ടാണ് മഴ പെയ്യുന്നത്. ഇപ്പം 1 മണിക്കൂർ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അടുത്ത 1 മണിക്കൂർ നല്ല അടിപൊളി മഴയായിരിക്കും, ചിലപ്പോൾ കണ്ടിന്യൂസ് മഴയായിരിക്കും. അപ്പോഴെന്തായാലും കൊള്ളാം. ഒടുക്കത്തെ ചൂടാണ്. ചൂടെന്ന് പറഞ്ഞാൽ ഒരു വക ഭയങ്കര പുഴുങ്ങുന്ന പോലത്തെ ചൂടാണ്. നമുക്ക് കുറച്ച് സമയം ഇതിലേക്ക് നടന്നിട്ട് പരിസരമൊക്കെ നോക്കാം. ചുറ്റോട് ചുറ്റും കാടാണ് കണ്ട്, ഇവിടെ എല്ലാം കാടുകളാണ്, ഈ കുറ്റിക്കാടുകൾ. പന്നി ഇഷ്ടം പോലെ ഉണ്ട്. അത് കണ്ടോ, പന്നി കുത്തി ഇളക്കി മറിച്ച് ചെളിയുള്ളത് എവിടെയൊക്കെയാണോ അവിടെയൊക്കെ മറിച്ച് നോക്കും പുള്ളിക്കാർ. അങ്ങോട്ടൊന്നും പോകണ്ട. ഇങ്ങോട്ടൊക്കെ വരുവാണെങ്കിൽ നമുക്ക് 4 വീലറൊക്കെ എടുത്തിട്ട് വന്നിട്ട് അതിൻ്റെ അകത്തോട്ടൊക്കെ കയറാം. നല്ല സ്ഥലമല്ലേ? ഇനിയിപ്പോൾ ഉച്ചയാകുമ്പോഴേക്കും മഴ പെയ്യുമായിരിക്കും. ഇങ്ങനെ ഗ്യാപ്പിട്ടാണ് ഇപ്പോൾ മഴ വരുന്നത്. 1 മണിക്കൂർ അങ്ങ് വെയിൽ കളിയും, അടുത്ത കുറേ മണിക്കൂർ അങ്ങ് മഴയായിരിക്കും. വിശക്കാൻ തുടങ്ങുന്നുള്ളൂ, കുറച്ച് കഴിയട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് എല്ലാ സെറ്റപ്പും റെഡിയാക്കി വെക്കാം. മഴ വരുമ്പോൾ ഇരുന്ന് കുക്ക് ചെയ്യാം.
ചൂടൊക്കെ കുറഞ്ഞു വരുന്നുണ്ട്. മഴയുടെ ഒരുപാടാണ്. മഴയും പായസവും നല്ലൊരു കാപ്പിയും കൂടി ആക്കിയാലോ ഇന്ന്, അല്ലേ? കുറച്ചധികം പായസമൊക്കെ നല്ല മധുരമൊക്കെ ഇട്ട് നല്ലൊരു പായസം വെച്ച് ഒരു കാപ്പിയും കുടിച്ചിരുന്നിട്ട് മഴ കാണാം. മഴ പെയ്യാതിരിക്കത്തില്ല. എന്തിനോ ഉള്ള പുറപ്പാടാ. ആ ഭാഗത്തൊക്കെ നല്ല മഴക്കാരാണ്. പെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ദിവസം പെയ്യൂല, അല്ലാതെ ദിവസം പെയ്ത്. കഴിഞ്ഞ ദിവസം ക്യാമ്പ് ചെയ്യാൻ പറ്റി പോയിട്ട് പുറത്തിറങ്ങാൻ പറ്റിയില്ല, അമ്മാതിരി മഴ പെയ്യും. ഞാൻ രാവിലെ എണീച്ച് ഓടുകയും ചെയ്തു. ആ ഭാഗത്ത് ആകെ മൊത്തം ഒരു ഇരുളിച്ചയാണ്. കാറ്റടിക്കാതിരുന്നാൽ മതി. നല്ല പേരും മഴയാണ് പെയ്യണം. സേമിയൊക്കെ വറുത്ത് റെഡിയാക്കിയിരിക്കുകയാണ്. നല്ല ഗോൾഡൻ കളറിലാക്കിയിട്ടുണ്ട്. നല്ല കാറ്റ് വരുന്നുണ്ട്. ഞാൻ ഇതിൻ്റെ ഈ ഭാഗങ്ങളൊക്കെ നിറച്ച് കല്ലെടുത്ത് വെച്ച് പറപ്പിച്ചുകൊണ്ട് പോകണ്ട. അവിടെ ആ കല്ലിനൊക്കെ ഒരു ഇളക്കം. അടിപൊളി. ഈ വെയിലില്ലായിരുന്ന സംഭവം സെറ്റായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് വെയിൽ വരുന്ന കാരണം ഭയങ്കര ചൂട്. മഴ വന്നു കേട്ടോ. ഞാൻ സംഭവങ്ങളൊക്കെ അകത്തോട്ട് മാറ്റി. ഇതെന്ത് ഇടി മുഴങ്ങുന്നതാണ്, എന്തോ ഭയങ്കര ഒരു സൗണ്ട് കേൾക്കുന്നു. പുറത്ത് വെച്ചാൽ ചിലപ്പം കാറ്റടിച്ചാലേ ഇതെല്ലാം പോയി പോകും. കൊള്ളാം കൊള്ളാം, ശാന്തമായ മഴ തന്നെയാണ്. കാറ്റട്ടായിരുന്നെങ്കിൽ പണി പാളിയാന്. ഇതിങ്ങനെ കണ്ടിന്യൂസ് അങ്ങ് പെയ്തുകൊണ്ടിരിക്കണം. മഴ കണ്ടോ, നല്ല ശാന്തമായിട്ടുള്ള അടിപൊളി. എനിക്കിഷ്ടപ്പെട്ടു. കൊള്ളാം. ഇടിയാ മുഴങ്ങുന്നതെന്ന് തോന്നുന്നു കേട്ടോ. എന്തോ ഒരു സൗണ്ട് ഭയങ്കരമായിട്ട് കേൾക്കുന്നുണ്ടല്ലോ. ഡേറ്റ്സ് ആണേ. ഈ മഴ മതി, ഇതിൽ കൂടുതലാണെങ്കിൽ പണി കിട്ടും. നമുക്ക് വെള്ളം ഇട്ട് കൊടുക്കാം. വെള്ളം കുറച്ച് പൊടിയാക്കി വെച്ചായിരുന്നു. നല്ലപോലെ കിടക്കട്ടെ. നല്ല മധുരം വേണം. നല്ലതല്ലേ, കഴിക്കാം. നല്ല ഇടിമുഴക്കം ഉണ്ട് കേട്ടോ. നമുക്കിതൊരു 5 രൂപയുടെ കവർ ഇതും കൂടി ഇടാം. കുറച്ച് പാൽപ്പൊടി. പായസമല്ലേ, നല്ല അടിപൊളിയാണല്ലേ. ഇതിപ്പോൾ മഴ വന്ന പോലെ അതേ സ്പീഡിൽ പോയല്ലോ. അത് കൊള്ളാം. നല്ല ഇടിമുഴക്കം കേൾക്കുന്നുണ്ട്, പതിവില്ലാത്ത പോലെ. ഇപ്പോഴാണ് ഇടിമുഴങ്ങുന്നത്. മഴ തുടങ്ങുമ്പോഴും അവസാനിക്കുമ്പോഴല്ലേ ഇടിമുഴക്കം കേൾക്കുന്നത്. നമ്മുടെ പായസം അവിടെ റെഡിയാകുന്നതേ ഉള്ളൂ. അവിടെ അടച്ചു വെച്ചേക്കുവാണ്. കുറച്ച് കഴിയുന്നത് അതൊന്ന് ഇളക്കിയില്ലെങ്കിൽ അടി പിടിക്കും, ചിലപ്പോൾ കടയായി പോകും. അടിപൊളി. ആ മഴയുടെ വരവ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് കുറേ സമയം നിന്ന് പെയ്യുമായിരിക്കുമെന്ന്. അടിപൊളി പായസം. നമുക്ക് പായസം കഴിക്കാം. ഇനി മഴ വരാൻ നോക്കിയിരിക്കുവാണെങ്കിലേ നല്ല ഇടിമുഴക്കം കേൾക്കുന്നുണ്ട്. മിന്നലല്ല, ഇടിമുഴക്കം. ഇത് വെച്ചോണ്ടിരുന്നാൽ ഇത് കട്ടയായി പോകും. സംഭവം പൊളിയായിട്ടുണ്ട്. ഞാൻ ഗ്രേപ്സിന് പകരം ഡേറ്റ്സ് ഇട്ട്. കൊള്ളാം. ഡ്രൈ ഗ്രേപ്സിനേക്കാളും നല്ലത് ഇതാണ്, ഡേറ്റ്സ് ആണ്.
നല്ല ഇടിമുഴക്കമുണ്ട്. എന്തിനാണോ അതോ വല്ല ആലിപ്പഴമൊക്കെ വീഴുവാണെങ്കിൽ കാണാമായിരുന്നു. പായസം ഒരുപാടുണ്ടായിരുന്നു. പായസമൊക്കെ അടിച്ചു കഴിഞ്ഞു. പാത്രമൊക്കെ ഇനി മഴ വരുമ്പം ആ മഴവെള്ളത്തിൽ നമുക്ക് കഴുകാം. മഴ ഇനി അടുത്ത മഴ ഉറപ്പായിട്ട് വരും. അവിടെ നിന്നൊക്കെ വേറെ മഴകളൊക്കെ വരുന്നുണ്ട്. എന്തായാലും ഒരു സുഖമായില്ല. കണ്ടിന്യൂസ് അങ്ങ് പെയ്യണമായിരുന്നു മഴ. മഴ പെയ്യണമെന്ന് വിചാരിക്കുന്ന ദിവസം മഴ പെയ്യത്തില്ല. നമ്മളെ കളിപ്പിക്കും. വയറ് വല്ലാണ്ട് നിറഞ്ഞു. ഒരുപാട് പായസം കുടിച്ചിട്ട് ഒരു മയക്കവും പാസ്സാക്കി ആ സമയമാകുമ്പോഴേക്കും ആ മഴയൊക്കെ ഒന്ന് സെറ്റാവും വരും. ഒരു ചെറിയൊരു മയക്കവും പാസ്സാക്കിയിട്ട് പിന്നെ നമുക്ക് കട്ടൻ വെച്ചടിക്കാം. ഈ പായസത്തിൻ്റെ കൂടെ കട്ടൻ അടിക്കുന്ന അത്ര ഒരു സുഖമായിരിക്കില്ല. ഈ പായസത്തിൻ്റെ ടേസ്റ്റും മധുരമൊക്കെ അത് വേറെ ഇത് വേറെ. വലിയ കുഴപ്പമില്ലാത്ത വെള്ളമാണ്. നമുക്കിതിൽ കഴുകാം. ഒരമണിക്കൂറൊന്ന് മയങ്ങാം അല്ലേ? ആ, എന്താ സുഖം. നല്ല കാറ്റടിക്കുന്നുണ്ട്. മഴ വരുന്നെങ്കിൽ വരട്ടല്ലേ? വരുന്നുണ്ട്. ദൂരെ കാണുന്ന അത് കണ്ടോ? മഴയെങ്കിൽ പെയ്തു വരുന്നത്. ഞാൻ ജസ്റ്റ് ഒരു മണിക്കൂറൊന്ന് എല്ലാം ഉറങ്ങിയതുള്ളൂ. ജസ്റ്റ് അധികം ഉറങ്ങിയ ക്ഷീണം പിടിച്ചോളായി. കാപ്പി വെച്ചിട്ടുണ്ട്. സമയം ഏകദേശം 4 മണിയാകുന്നു. മഴയൊന്നും വന്നില്ല. നമ്മൾക്ക് ആ ഉച്ചയ്ക്ക് വന്ന ആ മഴ വന്നതേ ഉള്ളൂ. പുറയിലൊക്കെ നല്ല ആ ഭാഗങ്ങളിലൊക്കെ നല്ല മഴയായിരുന്നു തോന്നുന്നു. ഇടിമുഴക്കം എല്ലാം കേട്ടല്ലോ. എന്തായാലും കാപ്പി ഒന്ന് തിളക്കട്ടെ. നമുക്ക് കാപ്പി കുടിക്കാം. കാപ്പി കുടിച്ചിട്ട് തീരുമാനിക്കിരിക്കണം വേണ്ടതെന്ന്. കട്ടൻ റെഡി ആയിട്ടുണ്ട്. ഇവിടെ എവിടെയെങ്കിലും ഇരിക്കുകയല്ലേ? ഭയങ്കര കൊതുക് ശല്യമാണോ ഇവിടെ? എന്തോ ഇല്ല, ഇത്ര മുഴുത്ത കൊതുകാണ് ഇവിടെ. ഈ വെള്ളത്തിലായിരിക്കത്തില്ല കേട്ടോ. ഈ വെള്ളത്തിൽ ഈ മാക്രി ഉണ്ടാവും, വാലുമാക്രിയൊക്കെ ഉണ്ടാവും. അത് അതിനെ പിടിച്ച് തിന്നത്തില്ലേ. ഇതെവിടുന്നാണ് വരുന്നതെന്ന് അറിയത്തില്ല. ഭയങ്കര കൊതുക് ശല്യം. സമയം 4:30 4:45 മഴ ചതച്ചു. ഇനി മഴയൊന്നും പെയ്തൊന്നുമില്ല. രാവിലെ ആ തെളിഞ്ഞു നിൽക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു അടിപൊളിയായിട്ട് ക്യാമ്പൊക്കെ ചെയ്ത് മഴയൊക്കെ കണ്ട് അടിപൊളിയാക്കി ഇരിക്കാമെന്ന് വിചാരിച്ച ആ ഫ്ലോ അങ്ങ് പോയി. അപ്പോഴും നമ്മൾ ക്യാമ്പിങ് നിർത്തി പോയേക്കുവാണ്. ഇന്ന് നൈറ്റ് ഇവിടെ ക്യാമ്പിങ് ഇല്ല. മെയിനായിട്ട് സേഫ്റ്റി ഇഷ്യൂ ഒക്കെ ഉണ്ട്. പിന്നെ വേറൊരു മെയിൻ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നെറ്റ്വർക്ക് ഇല്ല. എൻ്റെ മൊബൈലിൽ നെറ്റ്വർക്ക് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഒരു മിന്നായം പോലെ വന്ന് പോകുന്നുണ്ട്. ഒരു എന്ന് എഴുതി കാണിക്കും. 4G 5G എന്നൊക്കെ പറയുന്നുണ്ട്. എന്തോ ആണോ എന്തോ ഒരു എന്നൊക്കെ എഴുതി കാണിക്കും. അത് അനങ്ങുന്ന പോലും ഇല്ല. അപ്പോൾ വേറൊരു ദിവസം നമ്മൾക്ക് നൈറ്റ് ക്യാമ്പ് ചെയ്യാം. ഇവിടെ നൈറ്റ് ഞാനിപ്പോൾ ക്യാമ്പ് ചെയ്യുന്നില്ല. ഈ സമയങ്ങളിൽ ഇവിടെ ഈ ചുറ്റോടി ചുറ്റും കണ്ടല്ലോ, എല്ലാം കുറ്റിക്കാടുകളാണ്. നല്ല കാടാണെങ്കിൽ കുഴപ്പമില്ല. ഇങ്ങനെയുള്ള കാടിനകത്താണ് യുവമാരൊക്കെ ഒളിച്ചിരിക്കുന്നത്. പന്നിയും കരടിയും പുലിയും ആനയൊന്നും കാണത്തില്ല. അങ്ങനെയുള്ള യുവമാരൊക്കെ ഇതിനകത്ത് രാത്രി പകൽ ഒളിച്ചിരിക്കും. രാത്രി യുവമാർ പുറത്തിറങ്ങും. ഇവിടെ എല്ലാം കുത്തി മറിച്ചിട്ടേക്കുന്ന നാടില്ലേ, ഇഷ്ടം പോലെ പന്നിയുള്ള സ്ഥലമാണ്. അവിടെ ഒരു മയിൽ നിൽക്കുന്നു. മയിലും ഉണ്ടാവും. മയിലിന് ഈ തെളിഞ്ഞ സ്ഥലത്താണ് ഉണ്ടാവുക. അവർക്ക് ഈ വെയിൽ കൊണ്ടൊക്കെ നിൽക്കാൻ അവർ ഡാൻസ് കളിക്കുന്ന സമയമാണ്. ഒരു മഴ കഴിയുമ്പോൾ എല്ലാം കൂടി ഇങ്ങോട്ട് ഇറങ്ങും. എല്ലാവരും വെയിൽ കായാൻ വേണ്ടി. അപ്പോഴും ഇത് അടിച്ചു തീർക്കുന്നു, എല്ലാം പാക്ക് ചെയ്യുന്നു, നമ്മൾ പോകുന്നു. അപ്പോഴും നമുക്കെല്ലാവർക്കും വീണ്ടും ഒരു ക്യാമ്പിംഗ് വീഡിയോയിൽ കണ്ടുമുട്ടുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.